എങ്ങോട്ടൊന്നല്ലേ, ഞങ്ങളെ മെക്സിക്കോയ്ക്ക് ഒരു അടിപൊളി ട്രിപ്പ് പോവുക. കാനഡയിലെ ഈ അതിശൈത്യത്തിൽ നിന്ന് മെക്സിക്കോയിലെ സമ്മർ വെക്കേഷനിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഹായ് ഗൈസ്, ആർ യു എക്സൈറ്റഡ് ടു ഗോ ടു മെക്സിക്കോ? അപ്പോൾ ഞങ്ങൾ ഇന്ന് മെക്സിക്കോയ്ക്ക് ഞങ്ങൾ 3 ഫാമിലിയാണ് ഒരുമിച്ച് പോകുന്നത്. ഒരു ഫാമിലി വഴിക്കുന്ന ജോയിൻ ചെയ്യും. ഇപ്പോൾ ഞങ്ങളുടെ ഷിബു ഫാമിലി ഉണ്ട്, പിന്നെ ഞങ്ങളും. എല്ലാവരും എക്സൈറ്റഡ് അല്ലേ പോവാൻ? ഞങ്ങളിപ്പം കാനഡയിലെ ലണ്ടനിൽ നിന്ന് ബൈ റോഡ് ടൊറൻറ്റോയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങളുടെ ഫ്ലൈറ്റ് ടൊറൻറ്റോയിൽ നിന്നാണ്. അപ്പോൾ അവിടുത്തെ പാർക്ക് ആൻഡ് ഫ്ലൈ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്യാനാണ് പ്ലാന്. അവിടുന്ന് പിന്നെ എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വെച്ച് എല്ലാവരും കണ്ടുമുട്ടിയിരിക്കുകയാണ്. 3 ഫാമിലി ഇവിടെയുണ്ട്. ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുകയാണ് കാങ്കൂണിലേക്ക്. ടൊറൻറ്റോയിൽ നിന്ന് വൈകുന്നേരം 5:15 ഫ്ലൈറ്റ്. ഈ 5 ദിവസത്തെ വെക്കേഷനായിട്ട് ഞങ്ങൾ പറഞ്ഞ പോലെ മെക്സിക്കോയിലെ കാങ്കൂണിലേക്കാണ് പോകുന്നത്. അതുപോലെ ഈ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് സൺവിങ് വഴിയാണ് ചെയ്തേക്കുന്നത്. സൺവിങ് എന്ന് പറഞ്ഞാൽ ടൂർ ഓപ്പറേറ്റ് കമ്പനി വഴി. അപ്പോൾ അവരാണ് നമുക്ക് ഫ്ലൈറ്റ്, അവിടുത്തെ 5 ദിവസത്തെ സ്റ്റേ, എയർപോർട്ടിൽ നിന്നുള്ള പിക്കപ്പ്, ഡ്രോപ്പ് ഓഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂടിയ ഒരു ഓൾ ഇൻക്ലൂസീവ് പാക്കേജാണ്. അതായത് ഫുഡ്, ഡ്രിങ്ക്സ് എല്ലാം ഇൻക്ലൂഡഡാണ് ഈ 5 ഡേയ്സിലെ പാക്കേജ്. പെർ ഹെഡ് നമ്മൾ കനഡിയൻ ഡോളറിൽ പറഞ്ഞാൽ ഏകദേശം $1,300 കനഡിയൻ ഡോളറെ ഇൻക്ലൂഡിങ് ടാക്സ് ഒക്കെ ആവുന്നുള്ളൂ. ഫൈനലി ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മെക്സിക്കോയുടെ ഈസ്റ്റ് സൈഡിലുള്ള കാങ്കൂണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോട്ടൽ സോണുണ്ട്. കടലിലേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ഏകദേശം 20 കിലോമീറ്ററോളം നീളമുള്ള ഒരു ഹോട്ടൽ സ്ട്രിപ്പ്. അവിടെയാണ് ഈ ഓൾ ഇൻക്ലൂസീവ് പാക്കേജിലുള്ള എല്ലാ ഹോട്ടലുകളും എല്ലാ റിസോർട്ടുകളും ഉള്ളത്. അത് കരീബിയൻ സീനോട് ചേർന്ന് നടക്കുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ മെക്സിക്കോയിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളിനി പുറത്തേക്ക് നടക്കുവാണ് ലഗേജൊക്കെ എടുത്തുകൊണ്ട്. അവിടെ നമ്മുടെ ഏജൻസിയുടെ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ അവസാനം ഞങ്ങൾക്ക് പോകേണ്ട ട്രാൻസ്പോർട്ടേഷനോട് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ അതിലോട്ട് കയറാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ക്രൗൺ പാരഡൈസിലേക്ക് രാത്രി 11:45 ഞങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഞങ്ങൾ റിസപ്ഷനിൽ പോയിട്ട് റൂമിൻ്റെ ചെക്കിനൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിച്ചു തരാം. ഈ ഹോട്ടലിൻ്റെ ബാൽക്കണിയിൽ നിന്ന് രാവിലെയുള്ള അതിമനോഹരമായൊരു വ്യൂ കാണിച്ചു തരാവേ. ഇവിടെ സൺറൈസാണ്, കരീബിയൻ സീയിലെ സൺറൈസ്. ഇന്ന് ഞങ്ങളുടെ മെക്സിക്കോയിലെ ആദ്യത്തെ ദിവസമാണ്. ഇന്നലെ രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത്. ഹോട്ടലിലേക്ക് വരുമ്പം അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടുത്തെ എയർപോർട്ടിലെ കാര്യമാണ്. എയർപോർട്ടിൽ പല ടാക്സിക്കാരും പ്രൈവറ്റ് കമ്പനികളൊക്കെ ആയിട്ട് പല ടാക്സിക്കാരുണ്ട് നമ്മളെ വിളിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് നിൽക്കുന്നത്. അവരുടെ ഒന്നും കൂടെ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇവിടെയൊക്കെ പലതരത്തിലുള്ള റോബറിയും പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്നൊരു രാജ്യമാണ്. നമുക്കറിയില്ല, നമുക്കെല്ലാവരും അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഏറ്റവും നല്ലത് നമ്മൾ ടൂർ ഒരു പാക്കേജ് വഴി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അവർ അറേഞ്ച് ചെയ്ത് തരുന്ന റൈഡുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നലെ ട്രാൻസ്പോർട്ടേഷൻ ഞങ്ങൾ പറഞ്ഞായിരുന്നല്ലോ, ഞങ്ങൾ സൺവിങ്ങിൻ്റെ ഇതുവഴിയാണ് ബുക്ക് ചെയ്തത്. പിന്നെ എയർപോർട്ട് ടു ഹോട്ടലിലോട്ടുള്ള പിക്കപ്പ്, എല്ലാ കാര്യങ്ങളും ആ ഒരൊറ്റ ടൂർ പാക്കേജിൽ വരുന്നത് കൊണ്ട് ഒന്നും കൊണ്ട് അറിയേണ്ടി വന്നില്ല. ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മോർണിംഗ്. എണീറ്റപ്പോൾ തന്നെ നല്ല സൂര്യപ്രകാശം. കാനഡയിലെ അതിശൈത്യത്തിൽ നിന്ന് പെട്ടെന്ന് ഈ ഒരു സൺലൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ ഇപ്പോൾ +26 ആണ് കാണിക്കുന്നത് പുറത്ത്. നല്ലൊരു സുഖമുണ്ട്. മെക്സിക്കോ വിസിറ്റ് ചെയ്യാൻ ആർക്കെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം നവംബർ മുതൽ മാർച്ച് വരെ കേട്ടോ.
കാരണം ഇവിടുത്തെ വെതർ ഡെയിലി ഒരു ആവറേജ് ടെമ്പറേച്ചർ ഒരു 28-30 ഒക്കെ നിൽക്കുന്നത് ഈ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് ടൈമിലാണ്. ഏപ്രിൽ മുതൽ അത് കൂടാൻ തുടങ്ങും. ഒരു പീക്ക് എത്തുന്നത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് സമയത്ത് 34, 35, 36 നല്ല ചൂടാണ് ആ സമയത്ത്. കാങ്കൂണിലെ എയർപോർട്ടിൽ നിന്ന് ഒരു 10-20 മിനിറ്റ് നേരത്തെ ഡ്രൈവ് കഴിഞ്ഞാൽ എത്തുന്ന ഒരു അതിമനോഹരമായ ഏരിയയാണ് ഈ ഹോട്ടൽ സോൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന റൂം കാണിച്ചു തരാം. റൂം നമ്പർ 116 ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഒരു ടാഗ് കണ്ടിട്ടുണ്ട്, അത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം അകത്തോട്ട് കയറാൻ. 2 ക്വീൻ സൈസ് ബെഡ്, TV ഉണ്ട്. ഇവിടെ ഈ ടേബിളും കബോർഡും, ഇതിനകത്ത് ഒരു മിനി ഫ്രിഡ്ജുണ്ട്. ഡ്രിങ്ക്സും ജ്യൂസൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് ആവശ്യം പോലെ എടുക്കാം. പിന്നെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ബാൽക്കണി. എനിക്കിവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ്. ലോക്കാണ്, അതിമനോഹരമായ വ്യൂ. കരീബിയൻ കടലാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ചൊക്കെ ബൊഫെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിൽ മറ്റ് 7 റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പം ഡിന്നർ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ് നമ്മൾ തന്നെ ബുക്ക് ചെയ്തിട്ട് വേണം കഴിക്കാൻ. ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫെ കൗണ്ടറുകളാണ്. എല്ലാം ബ്രെഡും ജ്യൂസും, ഫ്രഷായിട്ടുണ്ടാക്കുന്ന ജ്യൂസ്, അതുപോലെ തന്നെ നല്ല ഫ്രൂട്ട്സ്, ഓംപ്ലേറ്റ്, എല്ലാ സാധനങ്ങളും. അതുപോലെ ഡിന്നറിനും ഇവിടെ വന്നിട്ട് ഈ ബൊഫെ സിസ്റ്റത്തിൽ ഇവിടെ തന്നെ വന്ന് കഴിക്കാൻ പറ്റും. പക്ഷേ ഇതിനുള്ളിലുള്ള 7 റെസ്റ്റോറൻറ്റുകൾ പലതും പല ടേസ്റ്റിലുള്ള ഫുഡുകളാണ്. മെക്സിക്കൻ, ഇറ്റാലിയൻ, ജാപ്പനീസ്, അങ്ങനെയുള്ള പലതും ഉണ്ട്. സീ ഫുഡ് മാത്രമുള്ള റെസ്റ്റോറൻ്റ് ഉണ്ട്. ഇത് ക്രൗൺ പാരഡൈസിൻ്റെ ഫ്രണ്ടിലെ മെയിൻ സ്വിമ്മിംഗ് പൂൾ ഏരിയ. ആ ബൊഫെ കഴിച്ച് ഹോട്ടലിൻ്റെ നേരെ മുൻവശത്തോട്ടുള്ള മെയിൻ സ്വിമ്മിംഗ് പൂൾ ഏരിയയാണ്. അതിൻ്റെ അപ്പുറം കാണുന്നത് കരീബിയൻ സീ. ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും ഒന്നും കൂടാതെ ഇടയ്ക്ക് നമുക്ക് സ്നാക്സോ ഡ്രിങ്ക്സോ എന്ത് വേണേലും ഇങ്ങനെയുള്ള ഓരോരോ ചെറിയ സ്വിമ്മപ്പ് ബാറുകളും റെസ്റ്റോറൻറ്റുകളും സ്വിമ്മിംഗ് പൂളിനോടനുബന്ധിച്ചുണ്ട്. ഇവിടുത്തെ മെയിൻ ലോബിയിൽ രാവിലെ 10 തൊട്ട് രാത്രി 1 മണി വരെ പ്രവർത്തിക്കുന്ന ഒരു ബാറാണ്. Thank you. പിള്ളേരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം നമ്മുടെ നാട്ടിലെ നമ്മൾ കേരളത്തിലെത്തിയ രീതിയിലാണ് ഇവിടെ തെങ്ങും മരങ്ങളും. കാരണം നമുക്കിത് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കാനഡയിൽ നിന്നാണല്ലോ വന്നത്. അപ്പോൾ അവിടെ തണുപ്പും അവിടെ ഇങ്ങനത്തെ മരങ്ങളൊന്നും കാണാനില്ല. അതുകൊണ്ട് പിള്ളേരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ എല്ലാം നല്ല ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ, നല്ല ആകർഷകമായ രീതിയിലാണ്. അതായത് വേറൊരു ചെറിയൊരു പൂള്. ഇപ്പോൾ നല്ല ഉച്ച സമയമാണ്. അപ്പോൾ സൺലൈറ്റ് മുകളിൽ നിന്നായതുകൊണ്ട് കടലിൻ്റെ നല്ല നീല കളറൊക്കെ
പിന്നെ ഇവിടെയൊക്കെ പാട്ടും ആക്ടിവിറ്റീസും പിള്ളേരൊക്കെ ഇവിടെ ഗ്രൗണ്ടിൽ പ്ലേ ഗ്രൗണ്ടിലും വാട്ടർ പാർക്കിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നു. സൺലൈറ്റ് ഏക്കാതെ പൂൾ എൻജോയ് ചെയ്യണമെങ്കിലുള്ള ഇൻഡോർ സ്വിമ്മിംഗ് പൂളുണ്ട് ഇവിടെ. അത് പിള്ളേർക്കൊക്കെ, അതായത് വലിയ ആഴമില്ലാതെ നല്ലൊരു സ്വിമ്മിംഗ് പൂളാണ്. അതിൻ്റെ തൊട്ടപ്പുറം കാണുന്നത് പിള്ളേർക്കുള്ള ഒരു ആക്ടിവിറ്റി ഏരിയയാണ്. പിള്ളേരെ നമുക്ക് സേഫായിട്ട് വിട്ടിട്ട് പേരൻസിന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ഏരിയ. എഞ്ചിൻ്റെ ബുഫയ്ക്ക് വേണ്ടി വന്നതാണ്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കണ്ടതിനേക്കാളും അടിപൊളി സാധനങ്ങളാണ്. ഇതൊക്കെ റോസ്റ്റഡ് ചിക്കൻ, അതുപോലെ ബേക്ക്ഡ് പോർക്ക്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റിലെ നൈറ്റ് ലൈഫാണ്. ഡേയിൽ ഇവിടെ കുറേ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിലും നൈറ്റിൽ ഇവിടെ എല്ലാവരെയും എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ ഇൻഡോർ ആക്ടിവിറ്റീസുകൾ, അതായത് ഇവിടെ ലോബി 1 o'clock വരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഔട്ട്ഡോർ സ്നാക്ക് ബാറ്, അല്ലാതെ ബാറ്, പിന്നെ ഇവിടെ സിനിമ തിയേറ്റർ, പിള്ളേർക്കുള്ള ഇൻഡോർ ഗെയിംസുകൾ, അങ്ങനെ പല പല ആക്ടിവിറ്റീസുകളുണ്ട് ഇവിടെ. രാത്രി ഇവിടെ മെക്സിക്കോയുടെ ഈ സ്ട്രീറ്റിൽ കൂടെ ജസ്റ്റ് ഒരു വോക്കിനിറങ്ങിയതാണ്. ഇവിടെ രാത്രിയിലൊക്കെ ബസ് സർവീസൊക്കെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, അഗെയിൻ അനദർ ഗുഡ് മോർണിംഗ് ഫ്രം മെക്സിക്കോ. രാവിലെ എഴുന്നേറ്റപ്പോഴുള്ള ഈ വ്യൂ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അതിമനോഹരം. അതുപോലെ ഈ കാണുന്നത് ഈ റിസോർട്ടിലെ അഡൾട്ട്സ് പൂളാണ്. ഇതൊരു റൂഫ് ടോപ്പ് പൂളാണ്.
പസഫിക് തീരത്തും അതുപോലെ ഗൾഫ് ഓഫ് മെക്സിക്കോയുടെ തീരങ്ങളിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു പക്ഷികളാണ് ഈ മെക്സിക്കൻ പെലിക്കൻ എന്നറിയപ്പെടുന്നത്. ഇത് കടലിലേക്ക് ഈ ഡൈവ് ചെയ്യുന്നത് മീനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് ഡിന്നറിന് പോകാൻ വേണ്ടി ഇറങ്ങിപ്പോണ്ടത് താഴെ മുഴുവൻ നമ്മുടെ നാട്ടിലെ പെരുന്നാളിനൊക്കെ സ്റ്റാളുകൾ വന്ന പോലെ ഇത് നല്ല ഹാൻഡിക്രാഫ്റ്റ് സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇത് നൈറ്റ് ഡിന്നറിന് വേണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് ഈ മെക്സിക്കൻ റെസ്റ്റോറൻ്റ് ആണ്. ലോസ് ഗാലോസ് എന്ന് പറയുന്ന ഈ മെക്സിക്കൻ റെസ്റ്റോറൻറ്റ്. ഞാൻ അവിടുത്തെ റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പം പറയാൻ വിട്ടുപോയ ഒരു കാര്യമുള്ളത്, ഇവിടെ കാങ്കൂണിൽ അല്ലെങ്കിൽ മെക്സിക്കോയിൽ വരുന്ന ഏത് റിസോർട്ടിലോട്ട് വന്നാലും അവിടെയൊക്കെ ടിപ്പ് കൊടുക്കുക എന്ന് പറഞ്ഞൊരു സമ്പ്രദായമുണ്ട്. കാരണം ഇവിടുത്തെ സ്റ്റാഫൊക്കെ വർക്ക് ചെയ്യുന്നത് അവരുടെ സാലറി നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ ചെറിയൊരു സാലറിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ബാക്കി വരുമാനമൊക്കെ ടിപ്പിനെ ആശ്രയിച്ചാണ്. അതുകൊണ്ട് ഈവൻ ഒരു ഡ്രൈവർക്കാണെങ്കിലും നമ്മുടെ ലഗേജ് ഹാൻഡിൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നവർക്കാണെങ്കിലും റൂം സർവീസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ അല്ലെങ്കിൽ ബാറിൽ അങ്ങനെയുള്ള അറ്റൻഡേഴ്സിനൊക്കെ ടിപ്പ് കൊടുക്കുന്നത് വളരെ അവർക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. അത് വലിയൊരു ടിപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രത്യേകിച്ച് $US അല്ലെങ്കിൽ $10 എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് അല്ല. നമ്മൾ വരുമ്പോൾ $1 ആക്കി കുറച്ച് കൈ പിടിക്കുന്നത് വളരെ നല്ലതാണ്. $1 വെച്ച് കൊടുത്താൽ തന്നെ അവർക്ക് വളരെ നല്ല കാര്യമാണ്. ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. മെക്സിക്കോയിലെ അനദർ കളർഫുൾ മോർണിംഗ് വിത്ത് അനദർ കളർഫുൾ ഡ്രസ്. പിന്നെ ഇന്ന് ഞങ്ങളുടെ ഇവിടുത്തെ ലാസ്റ്റ് ഡേ ആണ് മെക്സിക്കോയിൽ. അപ്പോൾ ഇവിടുത്തെ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടത്. 12-ന് ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളത്, ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 10:40-നാണ്. പക്ഷേ അത് കുഴപ്പമില്ല, നമുക്കിവിടെ ലഗേജ് ഇവിടെ വെക്കാൻ വേറെ റൂമുണ്ട്. അവിടെ ലഗേജ് വെച്ചിട്ട് നമുക്കിവിടെ ഹോട്ടലിൽ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാം. ആകെ പ്രശ്നമുള്ളത് നമുക്ക് റൂം ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഇവിടെ താമസിക്കുന്ന റെസിഡൻസിന് ഹോട്ടലിൽ തന്നെ താമസിക്കാതെ പുറത്തേക്ക് പോകാനുള്ള പല പാക്കേജുകളും ഉണ്ട്. സ്നോർക്കലിംഗ് മുതൽ ഇസ്ലാം മുജീറീസ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്, അങ്ങോട്ടേക്കുള്ള കാറ്റമറൻ ട്രിപ്പ്, ഫുൾ ഡേ ട്രിപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ. ഞങ്ങൾക്ക് പക്ഷേ അതിനൊന്നിനും പോകാൻ സമയമില്ലാത്തത് കൊണ്ടാണ് അതിലോട്ടൊന്നും പിന്നെ ഞങ്ങൾ നോക്കാതിരുന്നത്. ഞങ്ങൾ പിന്നെ ഇന്ന് ആകെ ചെയ്യുന്നത്, ഇന്ന് ഇവിടുത്തെ ഒരു മാളായ ലാ ഇസ്ലാം മാളിലോട്ട് ഞങ്ങൾ തന്നെ ഇവിടുത്തെ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ട് ബസ്സിന് കയറി പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ബസ്സിന് പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത്. 2 സൈഡിലും നടുക്കോടെയൊക്കെ തെങ്ങും നല്ല പച്ച പുല്ലൊക്കെ വെച്ച് അതിമനോഹരമായ റോഡ്. കാങ്കൂണിലെ ഈ ഹോട്ടൽ സോണിലെ ആ സ്ട്രിപ്പിൽ നിന്ന് മെയിൻ ഐലൻഡിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു പുതിയ പാലത്തിൻ്റെ പണിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഷോർട്ട് വെക്കേഷൻ കഴിഞ്ഞ് മെക്സിക്കോനോട് ഇവിടെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീണ്ടും കാനഡയിലേക്ക്, തിരിച്ച് വീണ്ടും പഴയ ബിസി ലൈഫിലേക്ക്.
you in the party, I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body, touching on your body while you're pushing on me. Don't you in the party, I could do this all week. We'll be dancing till the morning, go to bed, we won't sleep. Chumma, 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 kiss it, daddy, body, look what we found. Karma reached out into our hearts and pulled us to our feet now. You know the truth is, we could disappear anywhere as long as I got you there.